ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി അടുത്ത് നമ്മുടെ യാത്ര മധുരയിൽ നിന്നും നേരെ രാമേശ്വരത്തേക്കാണ്. പുലർച്ചെ ഏകദേശം 6 മണിയോടുകൂടിയാണ് യാത്ര തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡിൽ തിരക്കൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് ഓടിച്ചു പോകാം. അടിപൊളി റോഡാണ്, റോഡ് വേറെ ലെവലാണ് കേട്ടോ. പിന്നെ സുന്ദരിപ്പെണ്ണിൻ്റെ കാര്യം എല്ലാവരും ഞങ്ങൾ തിരക്കാറുണ്ട്. സുന്ദരിപ്പെണ്ണിൻ്റെ കാര്യം, സുന്ദരി ഞങ്ങളെ കുഞ്ഞ് ബഹളമുണ്ടോ, അവളെ അടങ്ങിയിരിക്കുമോ, എല്ലാവർക്കും അറിയേണ്ട കാര്യമാണിത്. പക്ഷേ ഒരു കുഴപ്പമില്ല, സുന്ദരിപ്പെണ്ണ് വളരെ എനർജറ്റിക്കാണ്. ഇങ്ങനെ കഥയും പറഞ്ഞ് പാട്ടും പാടിയുള്ള ഇരിപ്പാണ് സുന്ദരിപ്പെണ്ണ്. ശേഷം ഈ ഉറക്കം വരുമ്പോൾ നേരെ വന്ന് ഞങ്ങൾ രണ്ടുപേരും സെൻറ്റർ വന്നിരുന്ന ഒറ്റ ഉറക്കമാണ് കേട്ടോ. പുലർച്ചെ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ വെയിലിനും ചൂടായിട്ടില്ല. റോഡിൽ നല്ല തണുത്ത കാറ്റുമാണ്, അടിപൊളിയാണ്, നല്ല ക്ലൈമറ്റാണ്, വണ്ടിയിൽ പോകാൻ പറ്റിയ ക്ലൈമറ്റാണ്. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഹോട്ടലുകൾ ഈ റോഡിൽ ഹോട്ടലുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കാണുന്ന ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. പിന്നെ ആകെയുള്ളത് ചെറിയൊരു ചായക്കടയാണ്, പക്ഷേ ചായക്കടയിൽ കഴിക്കാനൊന്നും കാണത്തില്ല. തമിഴ്നാട്ടിലെ യാത്രയിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റോഡ് ചൂടാകുന്നതിന് മുമ്പ് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്താൻ ശ്രമിക്കേണ്ടതാണ് വേണ്ടത്. കാരണം അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുത്ത് തന്നെ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം മെയിനായിട്ട് അല്ലെങ്കിൽ ടൂ വീലർ യാത്ര ചെയ്യുന്ന ഏറ്റവും പ്രശ്നം വരുന്നത് മെയിൻ കാരണം എന്ന് പറയുന്നത് ചൂട്, നമ്മുടെ കണ്ണിലെ മുഖത്തേക്ക് ചൂടടിച്ചിട്ടേ ഇരിക്കും. എപ്പോഴും ചൂട് കാറ്റായിരിക്കും അടിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളത് കെയർ ചെയ്ത് ഏർലി മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. അവിടെ ഇവിടെ നമുക്ക് ഒരുപാട് തണൽ മരങ്ങളുണ്ട്, നമുക്ക് വേണമെങ്കിൽ വണ്ടി അവിടെ നിർത്തി റെസ്റ്റ് ചെയ്യാവുന്നതാണ്. യാത്രക്കിടെ ചൂട് കൂടുവാണെങ്കിൽ റെസ്റ്റ് എടുത്ത് വെയിലൊക്കെ താന്ന് പതുക്കെ ഞങ്ങൾ യാത്ര തുടരത്തുള്ളൂ. അല്ലെങ്കിൽ കുട്ടി കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തമിഴ്നാട്ടിലെ ചൂടെന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. ടൂ വീലർ യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, നമ്മൾ ക്ഷീണിച്ചു പോകും. പിന്നെ ക്ഷീണം തോന്നാത്ത മെയിൻ കാരണം എന്ന് പറയുന്നത് വെള്ളം കുടിക്കും, ധാരാളം വെള്ളം കുടിക്കും, ജ്യൂസ് ധാരാളം കുടിക്കും. കുഞ്ഞു അതുകൊണ്ടാണ് ക്ഷീണമില്ലായിരിക്കുന്നത്. പിന്നെ എപ്പോഴും സൈൻ ബോർഡ് നോക്കിയുള്ള യാത്രയാണ് എപ്പോഴും നല്ലതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സൈൻ ബോർഡ് ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. റൈറ്റ് വേണമെങ്കിൽ റൈറ്റ്, ലെഫ്റ്റ്, ഒരു ജംഗ്ഷൻ എത്തുമ്പോൾ എങ്ങോട്ടാണ് തിരിയേണ്ടത് ആ സൈൻ ബോർഡ് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രേറ്റ് റോഡാണ്, അതുകൊണ്ട് നമുക്ക് സൈൻ ബോർഡ് നോക്കി പോകേണ്ട കാര്യമുള്ളൂ. ഗൂഗിൾ മാപ്പിൻ്റെ ആവശ്യം അതിവിടെ വരുന്നേ ഇല്ല. പിന്നെ എടുത്ത് പറയേണ്ട തമിഴ്നാട് ജനങ്ങളെ പറ്റിയാണ്. തമിഴ്നാട് ജനങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് നൽകുന്നത്. തമിഴ്നാട് പോലീസ് തന്നെ, തമിഴ്നാട് പോലീസ് ഇന്ന് വരെ നമുക്ക് നെഗറ്റീവ് പറയാനായിട്ട് ഒന്നുമില്ല, എല്ലാം അടിപൊളിയായിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും. ഈ റോഡിൻ്റെ മറ്റൊരു പ്രത്യേകതയാണിത്, റോഡിൻ്റെ ഇരുവശങ്ങളിലും വയലുകളാണ്. സാധാരണഗതിയിൽ റോഡിൽ ബിൽഡിങ്ങുകളൊക്കെ കാണപ്പെടുന്നതല്ല സൈഡിൽ, ഇവിടെ വളരെ കുറവാണ്, കെട്ടിടങ്ങൾ വളരെ കുറവാണ്, മരങ്ങളാണ്. ഈ സൈഡിലും മരങ്ങളും കൃഷിയിടങ്ങളുമാണ് കൂടുതൽ. ഏകദേശം രാമേശ്വരം എത്താറായപ്പോൾ തന്നെ ബീച്ച് കാണാം റൈറ്റ് സൈഡിൽ റോഡിൻ്റെ. ഇപ്പോൾ നമ്മൾ പാമ്പൻ പാലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പാമ്പൻ പാലം കാണുന്നത്, അത് സാധിച്ചിരിക്കുകയാണ്. ഈ പാലം ഏകദേശം ഒരു 2 കിലോമീറ്ററോളുണ്ട്. ഈ പാലത്തിൻ്റെ ഒരു സൈഡ് അറബിക്കടലും ഒരു സൈഡ് ബംഗാൾ ഉൾക്കടലുമാണ്. അതുകൊണ്ട് തന്നെ ഈ പാലത്തിലൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര ഭംഗിയാണ്. ഞങ്ങൾ വളരെ ആസ്വദിച്ചാണ് ഈ പാലത്തിലൂടെ യാത്ര ചെയ്തത്. കഴിഞ്ഞ ട്രിപ്പുകളിലെല്ലാം ഞങ്ങൾ രാമേശ്വരത്തേക്ക് എത്താൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ രാമേശ്വരം എന്ന പുണ്യഭൂമിയിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ ഏകദേശം ഉച്ചയോടുകൂടി രാമേശ്വരത്തെത്തി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്ത് വൈകിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. നമ്മൾ രാമേശ്വരത്ത് ആദ്യമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവിടുത്തെ രീതികളൊക്കെ ഒന്ന് തിരക്കി അറിയണം, അതായിരുന്നു ലക്ഷ്യം. നമ്മളവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്
അമ്പലത്തിന് കിഴക്കുവശമാണ് കടൽ. കടലിൽ മുങ്ങിക്കുളിച്ച്, അത് ഈ കടൽ എന്ന് പറയുന്നത് ആ ബംഗാൾ കടലാണ്. ഈ സ്ഥാനത്തിന് പറയുന്ന പേര് അഗ്നിതീർത്ഥം എന്നാണ്. ഈ അഗ്നിതീർത്ഥത്തിന് മുങ്ങിക്കുളിച്ച് നേരെ ഈറനോട് കൂടി തന്നെ നമ്മൾ നേരെ നടയിലേക്ക് വരണം. വന്ന് അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കണം. പ്രവേശിച്ച് കഴിഞ്ഞാൽ അവിടെ 22 തീർത്ഥ കിണറുകളുണ്ട്. ആ 22 തീർത്ഥ കിണറിലെ വെള്ളം നമ്മളെ തലവഴി ഒഴിക്കും. അതിനുശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം അമ്പലത്തിൽ കയറി തൊഴാൻ.